ഹലോ, സമയം 11:51. പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അത്യാവശ്യം ചെറിയൊരു ബ്ലോക്ക് കിട്ടി. ഇവിടുത്തെ ഒരു മുഖമുദ്രയാണ് ബ്ലോക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ എൻ്റെ മുന്നിൽ കിടക്കുന്ന ഒരു വണ്ടിയുടെ പേരുണ്ട് ലാലാ മൂവ്. അതിവിടെ സാധനങ്ങളൊക്കെ ഡെലിവറി ചെയ്യാനുള്ളൊരു കമ്പനിയാണ്. നല്ല പേരല്ലേ, ലാലാ മൂവ്. എന്തുകൊണ്ടായിരിക്കും ഒരു ഡെലിവറി കമ്പനിക്ക് അങ്ങനെ ഒരു പേരിട്ടുണ്ടാവുക? പിന്നെ ഈ പോണതാണ് ഇവിടുത്തെ ദേശീയ വണ്ടികളിൽ ഒരെണ്ണമായ ട്രൈ സൈക്കിൾ. പള്ളിയുടെ അവിടെ പാർക്കിംഗ് കിട്ടില്ല. പള്ളി കുറച്ച് ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എന്താ ചെയ്യുക വെച്ചാൽ ഇവിടെ ഒരു മാളുണ്ട്, SM മാൾ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ വലിയൊരു പാർക്കിംഗ്, ഓപ്പൺ പാർക്കിംഗ് ഉണ്ട് ഇവിടെ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് അതിൽ കൂടെ കയറിയിട്ട് പള്ളിയിൽ പോകും. കുറച്ച് നടക്കാണ്ട്, എന്നാലും പാർക്കിങ്ങിന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരുവിധം മാളിനൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. മാളിൻ്റെ തൊട്ടടുത്ത് അല്ലെങ്കിൽ മാളിനോടനുബന്ധിച്ച് ഇതേപോലെയുള്ള ടാക്സി ടെർമിനലുകൾ ഉണ്ടാവും. നമ്മളെ നാട്ടിലത്തെ പോലെ ഒറ്റയ്ക്ക് വിളിച്ച് പോകണമല്ല, ഇത് ട്രിപ്പ് അടിക്കണതാണ്. നമ്മുടെ നാട്ടിലെ ബസ്സുകൾ ട്രിപ്പ് അടിക്കണ പോലെ ട്രിപ്പ് അടിക്കണതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ടെർമിനലാണിത്, ഈ മാളിനോടനുബന്ധിച്ചുള്ളത്. ഇത് ഫിലിപ്പീൻസിലെ ലഗുണ എന്ന പ്രവിശ്യയിലുള്ള കലംബ സിറ്റിയിലാണ് ഈ മാൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ മാളിൻ്റെ 1ാമത്തെ ഫ്ലോറിൽ കയറി കഴിഞ്ഞാൽ സിറ്റിയിൽ നിന്ന് വരുന്ന ഫുട് ബ്രിഡ്ജിൻ്റെ ഒരു റാമ്പ് ഇതായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് 1ാമത്തെ ഫ്ലോറിൽ കയറി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ റാമ്പിൽ കൂടെ നേരെ പള്ളിയുടെ ഫ്രണ്ടിൽ ചെന്നിട്ട് ഇറങ്ങാം. ഈ SM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് മാളുകളൊക്കെ ഉള്ള ഒരു ചെയിനാണ്. മിഡിൽ ഈസ്റ്റിൽ ലുലു എങ്ങനെയാണോ അങ്ങനെയാണ് ഇവിടെ SM. ഇപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ഫുഡ് കോർട്ട് ഏരിയയിൽ കൂടെയാണ്. ഇവിടെ ഏതൊരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിഞ്ഞാലും ഭയങ്കര തിരക്കാവും. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തോന്നും ഇവർ തിന്നാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ്. അത്ര തിരക്കാവും ഏതൊരു റെസ്റ്റോറൻറ്റിൽ പോയാലും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ റാമ്പിലേക്കുള്ള വഴി. നമുക്ക് മെല്ലെ ഡോർ തുറന്നിട്ട് പുറത്ത് കടക്കാം. പുറത്ത് കടന്നു കഴിഞ്ഞാൽ ഇതാണ് റാമ്പ്. ഇത് അത്യാവശ്യം വലിയ ഫുട് ബ്രിഡ്ജാണ്, കുറേ കണക്ഷൻസ് ഉള്ളതാണ്. ഇത് വലിയൊരു ജംഗ്ഷനാണ്, ഇവിടുത്തെ സിറ്റിയിലത്തെ മെയിൻ ജംഗ്ഷനാണ്. ഇതിന് കുറേ കണക്ഷൻസ് ഉണ്ട്, കുറേ ദൂരം നടക്കാണ്ട് ഇതിൽ കൂടെ. ഇവിടെ നമ്മൾ എവിടെ പോയാലും ഇതേപോലുള്ള ആംഡായിട്ടുള്ള സെക്യൂരിറ്റി ഗാർഡ്സിനെ നമുക്ക് ഒരുവിധ സ്ഥലത്തൊക്കെ കാണാൻ പറ്റാറുണ്ട്. അപ്പോൾ ഞാൻ റാമ്പിലൂടെയുള്ള എൻ്റെ നടത്തം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10-15 മിനിറ്റോളം നടക്കാണ്ട്. കണ്ടോ, ഇത് എത്രത്തോളം വലുതാണ് നമുക്ക് കാണാൻ പറ്റും. വലിയൊരു ജംഗ്ഷനാണ്. അതിനെ എല്ലാ ദിക്കിലേക്കും ബന്ധിപ്പിക്കാനുള്ള റാമ്പും അതിലേക്ക് കയറാനുള്ള എക്സിറ്റും എൻട്രിയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഏകദേശം പള്ളിയുടെ അടുത്തേക്കുള്ള എക്സിറ്റിൽ കൂടെ ഇറങ്ങുകയാണ്. ഇനി ഇടത്തോട്ട് തിരിഞ്ഞാലാണ് നമ്മളെ പള്ളിയിലേക്കുള്ള വഴി വരുന്നത്. ഇതൊരു പഴയ ഒഴിവാക്കിയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഞാൻ പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടാണ് ഇപ്പോൾ അവരൊരു ഓട്ടോ സ്റ്റാൻഡ് ആക്കിയിട്ടുള്ളത് ഇവിടുത്തെ. പിന്നെ അതിൽ രസകരമായിട്ടുള്ളൊരു കാഴ്ച, നല്ല പൈസ ഉള്ള സ്ഥലത്ത് പോയി കളിക്കുന്ന ബില്ലിയാർഡ്സൊക്കെ അവിടെ അവർ സെറ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഇവിടെ നല്ല ആവേശത്തോടെ കളിക്കണ കാണാം. അങ്ങനെ ഈ വഴി കൂടെ കുറച്ച് കൂടി മുന്നോട്ട് പോയിട്ട് പുറത്തിറങ്ങി കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ പള്ളി എത്തി. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളിന്ന് ജുമാ കൂടുന്ന പള്ളി.